ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടന്നാലോ? അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി അടിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നയന സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ, ആ ഒരു വിശേഷമാണ്. അത് നമ്മൾ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ചാനലിൽ ആ വിശേഷവും നാളത്തെ വിശേഷവും ഒക്കെ ഇടുന്നുണ്ട്. ഈ അപ്കമിങ് വിശേഷം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് നമ്മൾ ഇതിലിടുന്നത്. അപ്പോൾ അങ്ങനെ ഇനി വരാൻ പോകുന്നൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ അഭിയാണെങ്കിൽ സ്വന്തം കുഞ്ഞാണെന്ന് പോലും മറന്ന് നമ്മുടെ അഭിയുടെ കുഞ്ഞിനെ, അതായത് അനന്ത പത്മനാഭനെ തട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തട്ടിക്കൊണ്ട് പോവുക മാത്രമല്ല, തട്ടിക്കൊണ്ട് പോയിട്ട് നവ്യേനെ ഫോൺ ചെയ്യുകയും അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് 1 കോടി രൂപ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ 1 കോടി രൂപ തരാതെ തൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ നവ്യോടാട്ടോ ആദ്യം ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നത്. അതും അഭിയല്ല വിളിക്കുന്നത്, അഭിയുടെ കുറേ കൂട്ടാളികളാണ് വിളിക്കുന്നത്. അപ്പം തൻ്റെ കുഞ്ഞിനെ കിട്ടണമെങ്കിൽ 1 കോടി രൂപ തരണം. 1 കോടി രൂപ തരാതെ തൻ്റെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ പറയുന്നത്, അഭി പറയുന്നത്. അപ്പം ആകമൊത്തം അനന്തപുരി തറവാട്ടിനെ ആർത്തുലയ്ക്കുകയാണ്. അനന്ത പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ജീവൻ്റെ ജീവനാണ്. എന്തൊക്കെ പറഞ്ഞാലും കൊച്ചുമോൻ്റെ സ്ഥാനമാണല്ലോ. ആദ്യത്തെ പേരക്കുട്ടിയാണ്. ആദ്യത്തെ പേരക്കുട്ടി ചന്തുമോളാണെങ്കിൽ പോലും ആദ്യത്തെ പേരക്കുട്ടി എന്ന് കരുതിയിരുന്ന ഒരു പേരക്കുട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഏത് പേരക്കുട്ടി ആയിക്കോട്ടെ, നമ്മുടെ അനന്ത പത്മനാഭനെ അല്ല ഇപ്പം ചന്തുമോളാണെങ്കിലും അത് മൂർത്തിക്ക് സഹിക്കില്ല. അങ്ങനെ കുട്ടിയെ ഒരു ദിവസം പെട്ടെന്ന് തട്ടിക്കൊണ്ട് പോയി. നവ്യ വന്ന് നോക്കുമ്പോൾ തൊട്ടിലിൽ കാണുന്നില്ല. കുട്ടി തൊട്ടിലിൽ കിടത്തിയിട്ട് പോയത് കുട്ടീനെ കാണുന്നില്ല, പെട്ടെന്ന് കാണുന്നില്ല. അപ്പം നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും, വലിയ തറവാടല്ലേ, CCTV ക്യാമറയൊക്കെ ഇല്ലേന്ന്. ഇത് കഥയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളങ്ങ് ഉപേക്ഷിക്കുക. കഥയല്ലേ, കഥയിൽ ചോദ്യമില്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടീനെ തട്ടിക്കൊണ്ട് പട്ടാപ്പകൽ തന്നെ കേട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ നവ്യ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ കാണുന്നില്ല. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞെവിടെ പോയി, എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് നേരെ ജലജയുടെ അടുത്ത് ചെല്ലുന്നു. ജലജയോട് ചോദിക്കുക, അമ്മ കുഞ്ഞിനെ എടുത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഹേയ് ഞാൻ എടുത്തില്ല, ഞാനങ്ങനെ അനന്ത പത്മനാഭനെ എടുക്കാറില്ലല്ലോ, ഞാനങ്ങനെ അവനെ എടുത്ത് കൊഞ്ചിക്കാറൊന്നുമില്ലല്ലോ, അത് വേറൊന്നും കൊണ്ടും അല്ല നവ്യെന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും സാരമില്ല, എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല അമ്മയെന്ന് പറയാം. പറഞ്ഞു അതിപ്പോൾ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഇനിയിപ്പോൾ നയനെ എടുത്തുകൊണ്ട് പോയെങ്കിലും ആ കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി, ആ ചന്തുമോളെ കളിപ്പിക്കാൻ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും. ആ ചന്തുമോൾക്ക് കൊച്ചെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിൻ്റെ അനിയത്തി ചിലപ്പം കൊണ്ടുപോകും അങ്ങോട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ എന്നാൽ പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞ് ഓടി ചെന്നപ്പോഴത്തേക്കും നയനോട് ചോദിച്ചു, അല്ല നയനെ, നിൻ്റെ കയ്യിൽ അനന്തപത്മനാഭനില്ലേ, അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. നിന്നോട് പറഞ്ഞിട്ടില്ലേ അവനെ എടുക്കരുതെന്ന്, നീ എന്തിനാ എപ്പോഴും അവനെ എടുത്തുകൊണ്ട് ചന്തമോളുടെ അടുത്ത് കൊണ്ടുപോകുന്നതും, ആ പെണ്ണിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് എൻ്റെ കൊച്ചിനെ എന്നാ കളിപ്പാട്ടം വല്ലതാണോ കളിക്കാൻ കൊടുക്കാമെന്ന് ചോദിച്ചപ്പം, ആര്, എപ്പം, എങ്ങനെ, ഇല്ലില്ല ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല, ഞാനങ്ങനെ എടുത്തുകൊണ്ട് വരുവാണെങ്കിലും നവ്യ നവ്യേച്ചിയോട് പറയാതെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം, ആണോ, അപ്പം നീയും എടുത്തില്ല മോനെ? ഇല്ലെന്നേ, ഞാനും എടുത്തിട്ടില്ല നവ്യേച്ചി. അല്ല മോൻ എവിടെ പോയി? അയ്യോ, എൻ്റെ മോൻ എവിടെ പോയി എന്നറിയില്ല, അവനെ തൊട്ടില്ല, ഞാൻ കിടത്തി ഉറക്കിയതായിരുന്നു, ഇപ്പം അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശിയും അപ്പം വന്നു. പിന്നെ അതിൻ്റെ പുറകെ ദേവയാനി വന്നു, നമ്മുടെ ആദർശ് വന്നു, അഭി വന്നു, ഒന്നും അറിയാത്ത പോലെ അഭി വന്നു. അപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ച് കാറി കൂവി പറയണം, എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല, അവനെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. തൊട്ടി കിടക്കുന്ന കുഞ്ഞിനെ ഏതായാലും തൊട്ടിയിൽ നിന്ന് വേറെ ആരും എടുക്കാതെ പോവില്ല, കാരണം അത് കുഞ്ഞു കൊച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെപ്പാടെ മൊത്തം പ്രശ്നമായിട്ടോ. അങ്ങനെ അഭി ഇങ്ങനെ സന്തോഷിക്കുക, നീ എന്താടി വിചാരിച്ചത്, എനിക്ക് എൻ്റെ കുഞ്ഞാണെങ്കിലും ആരുടെ കുഞ്ഞാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, നോക്കിക്കോടി, നിൻ്റെ കുഞ്ഞിനെ ഞാനാ തട്ടിക്കൊണ്ട് പോയതെന്ന് ഈ ലോകത്തിൽ ആരും പറയില്ല. സ്വന്തം കുഞ്ഞിനെ ഏതെങ്കിലും അച്ഛനമ്മമാർ തട്ടിക്കൊണ്ട് പോവോ? ഇല്ല. പക്ഷേ എനിക്ക് തട്ടിക്കൊണ്ട് പോകേണ്ടി വന്നു. അത് വേറൊന്നിനുമല്ല, എനിക്ക് 1 കോടി രൂപയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ ആദർശം ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ വിവരം അറിയിക്കാം. അപ്പോഴത്തേക്കും അഭി മനസ്സിൽ വിചാരിക്കേണ്ടതേ, പോലീസിനെ വിവരം അറിയിച്ചാൽ തീരുമല്ലോ. അപ്പോഴത്തേക്കും അഭി തന്നെ പറഞ്ഞു, പോലീസിന് വിവരം അറിയിക്കാനോ? കൊച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ട് പോലീസിനെ വിവരം അറിയിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് ചെറിയ അന്വേഷണം നടത്താമെന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാകുന്നത്, എന്താന്ന് പറഞ്ഞാലും പോലീസിനെ വിവരം അറിയിക്കണം. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നവ്യയുടെ ഫോണിൽ തന്നെ ഒരു കോൾ വരികയാണ്. അപ്പം ഒരു അൺനോൺ നമ്പർ എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ നവ്യ അറ്റൻഡ് ചെയ്തു കേട്ടോ. അപ്പം നവ്യ എടുത്തിട്ട് ഹലോ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിങ്ങളിപ്പം
ഒരു കുട്ടിയെ തപ്പിക്കൊണ്ട് നടക്കല്ലേ. ഇത് അനന്തപുരി തറവാട്ടിലെ അഭിയുടെ ഭാര്യ നവ്യയല്ലേ? ആ അതെ, ഞാൻ നവ്യാണ്. നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അതെ, ഞങ്ങൾക്ക് ഒരു കോടി രൂപ തരികയാണെങ്കിൽ ഈ കുഞ്ഞിനെ തരും, അല്ലാതെ ഈ കുഞ്ഞിനെ കൈമാറില്ല എന്ന്. ഇത് കേട്ടതും നവ്യയുടെ ബോധം പോയി. അപ്പം തന്നെ നവ്യ ഇങ്ങനെ തലകറങ്ങി ഇരുന്ന് കേട്ടോ അവിടെ ഒരു സോഫയിൽ. അപ്പോഴേക്കും ഫോൺ പെട്ടെന്ന് ആദർശെടുത്തിട്ട് എന്താ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആരാണെന്നും എന്താണെന്നൊക്കെ പിന്നെ പറയാം, ഇപ്പം ഞാൻ പറയുന്നത് താങ്കൾ അങ്ങോട്ട് കേൾക്കുക. നിങ്ങളുടെ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ 1 കോടി രൂപയായിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വരണം. അതും വേറെ ആരും പാടില്ല, മൂർത്തി സാറ് തന്നെ കൊണ്ടുതരണമെന്ന്. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ? ഞങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുന്നു പറയുമ്പോൾ, പോലീസിനെ വിവരം അറിയിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ കൊല്ലും. ഞങ്ങൾക്ക് ജയിലിൽ പോയാലും വിഷയമല്ല, ഞങ്ങൾ ജയിലിൽ പൊക്കോളാം, കുഴപ്പമില്ല. ഞങ്ങളുടെ ഏതായാലും ഈ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരും, സാരമില്ല, പൊക്കോളാം. ഞങ്ങളതങ്ങ് സഹിച്ചു. ഞങ്ങൾ ഒരാളും രണ്ടാളും അല്ല, ഞങ്ങളൊരു ഗ്യാങ്ങാണുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ഞങ്ങൾ വിട്ടു തരണമെങ്കിൽ 1 കോടി രൂപയുമായിട്ട് അനന്തമൂർത്തി ഞങ്ങളുടെ മുമ്പിൽ വരണമെന്ന്. ആദർശ് ഹലോ എന്ന് വെച്ചു. അപ്പോൾ തന്നെ അവർ ഫോണും കട്ട് ചെയ്തു. ആകെപ്പാടെ വെപ്രാളമായി. നയനി ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നവ്യാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. നവ്യനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ദേവയാനി. പോട്ടെ മോളെ പോട്ടെ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നവ്യാനി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമുക്ക് കുഞ്ഞിനെ കണ്ടെത്താം, നീ ചുമ്മാ നീ ഇങ്ങനെ കിടന്ന് വെപ്രാളം കാണിക്കരുതേ മോളെ എന്ന് പറയുമ്പോൾ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പം നയന ആദർശനോട് ചോദിച്ചു എന്താ ആദർശേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അതിപ്പം കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയാൽ വിളിച്ചത്. കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്നോ? ആര് തട്ടിക്കൊണ്ട് പോയി എന്നും പറഞ്ഞ് അഭി, എൻ്റെ കുഞ്ഞിനെ ആരാ തട്ടിക്കൊണ്ട് പോയത്? എൻ്റെ ഈശ്വര, എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ മോനെ എനിക്കിപ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ്. നമ്മുടെ അഭി ഭയങ്കരമായിട്ട് ആക്ടിങ്. ഏതായാലും ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആർക്കും സംശയമൊന്നും തോന്നില്ല. എന്നാലും നമ്മുടെ അഭി സ്വന്തം കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കുമെന്ന് വിചാരിച്ചില്ല, അത്രയാണ് ഉള്ളൂ. വിചാരിച്ചില്ല. അഭിയാണെന്ന് ആരുടെ മനസ്സിലേക്ക് പോകുന്നില്ല. കാരണം അഭി അവിടെ ഉള്ളപ്പോഴുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊന്നും പോകുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇപ്പം തന്നെ വേണം. 1 കോടിയാണെങ്കിലും 2 കോടിയാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, ഇതിനിപ്പോൾ എന്താ ചെയ്യുന്നത്? പോലീസിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുഞ്ഞിനെ കൊന്നു പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ കരച്ചിലിൻ്റെ ശക്തി കൂടുകയാണ്. നവ്യ കിടന്നു ഭയങ്കരമായിട്ടും കരയുക. കരച്ചിലങ്ങോട്ട് കൂടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആദർശ് പറയുന്നത്, നമുക്ക് ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കണം, അല്ലാതെ പിടിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ഇതിന് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം തന്നെ ആലോചിച്ചെടുക്കണം. ഇനിയിപ്പോൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ജീവന് അത് ബാധിക്കുമെങ്കിൽ ഒരിക്കലും നമ്മൾ പോലീസിനെ അറിയിക്കേണ്ട. ഇപ്പോൾ 1 കോടി രൂപയല്ലേ, അതിപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ എടുത്ത് കൊടുക്കാം. അല്ലാതെ ഇനിയിപ്പം വേറൊരു രക്ഷയുമില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭി സന്തോഷിക്കുക. ആഹാ, അയ്യോ 1 കോടി രൂപ കിട്ടുമല്ലോ, എൻ്റെ ഈശ്വര. ആ 1 കോടി രൂപയും കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ കുറേ പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, ഇതൊക്കെ നടക്കണ്ടേ നമ്മുടെ അഭിക്ക്. അപ്പോൾ അങ്ങനെ ഈ 1 കോടി രൂപയായിട്ട് നമ്മുടെ മുത്തശ്ശൻ പോവുകയാണ് കുട്ടീനെ കൊണ്ടുവരാനായിട്ട്. മുത്തച്ഛൻ്റെ കൂടെ ആരും വരണ്ടെന്ന് പറഞ്ഞ് ഇവർ മുത്തച്ഛനോട് ചെല്ലാൻ പറഞ്ഞതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രായമായ മനുഷ്യനാണ്, അസുഖമുള്ള മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ അഭി അവരോട് പറഞ്ഞായിരുന്നു, മൂർത്തി സാറ് പൈസ കൊണ്ട് തരണം, ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറയണമെന്ന് നമ്മുടെ അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൂർത്തിനെ വിളിക്കുന്നതും. അപ്പോൾ മൂർത്തിക്ക് ആരോഗ്യം ഒത്തിരി ഇല്ല, അസുഖക്കാരനാണ്. അപ്പോൾ ഒരു ഫൈറ്റിംഗ് ഒന്നും അവിടെ ഉണ്ടാവില്ല എന്ന് അവർക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഇനിയിപ്പം പിന്നിൽ ആരെങ്കിലും വന്നാൽ തന്നെ ആദ്യം മൂർത്തിയെ അടിച്ചു വീഴ്ത്തുക, അല്ലെങ്കിൽ മൂർത്തി ഇങ്ങനെ പിടിച്ചു വെക്കുക, മൂർത്തിനെ കൊല്ലുന്നു പറയുക, ആ പൈസ തട്ടിയെടുത്തുകൊണ്ട് ഓടുക. അപ്പം ഇതൊക്കെയാണ് അവരുടെ പ്ലാനേ. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂർത്തി ചെന്ന് കുറച്ച് മുഖം മൂടിയിട്ടൊരു 3-4 പേര് വണ്ടിക്കകത്തുണ്ടായിരുന്നു. അതിലൊരാൾ ഇറങ്ങി വന്നിട്ട് എടുക്കാൻ പറഞ്ഞു. കുട്ടി ഡിക്കിക്കകത്തുണ്ട്, പൈസ തന്നിട്ട് ഡിക്കിക്കകത്ത് പോയി കുട്ടീനെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു, അത് ഞങ്ങൾക്ക് എന്താ ഉറപ്പ്, ഞാൻ പൈസ തരുമ്പോൾ നിങ്ങൾ വണ്ടി വിട്ടു പോയാൽ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഡിക്കിയുടെ താഴെയായിട്ട് ഞാൻ കുട്ടിയെ കിടത്താം,
എന്ന് പറഞ്ഞ് ആ ഒരു നിലത്ത് തന്നെ കുട്ടീനെ ഡിക്കിയുടെ താഴെയായിട്ടൊരു തുണി വിരിച്ച് കിടത്തി. എന്നിട്ട് പറഞ്ഞു പൈസ താ, എന്നിട്ട് കുട്ടി എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പൈസ കൊടുത്തു. ഇവരപ്പം തന്നെ വണ്ടി വിട്ടും പോയി. കുട്ടീനെ എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു. കുട്ടീനെ എടുത്തുകൊണ്ട് നമ്മുടെ മൂർത്തി മാറി. അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി വണ്ടിയിൽ കയറി. അപ്പോൾ അപ്പുറത്ത് ആദർശൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ആദർശിനെയും കൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും പക്ഷേ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ മൂർത്തി ഒന്നുമില്ലാതെ ഈ 1 കോടി രൂപയൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ മൊത്തം ആകെപ്പാടെ നവിക്ക് സന്തോഷമായിട്ടോ. അബിക്ക് അതിലും വലിയ സന്തോഷമായി, കാരണം അബിക്ക് ഇത്ര രൂപ കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ നവിക്കല്ല നയനയ്ക്ക് ഭയങ്കര സംശയമുണ്ട്. അപ്പം നയന പറഞ്ഞു അതങ്ങനെ വെറുതെ 20 കോടി രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ എന്ത് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞത്, അതേ ഞാൻ പൊട്ടനൊന്നും അല്ല മോളെ, എന്നെ അവർ പൊട്ടനാക്കാൻ നോക്കി. ഈ മൂർത്തി ഇത്രയും ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂർത്തി പൊട്ടനായിരിക്കുമോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചത് തന്നെയാണ്. അത് ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാണ്. ഇവന്മാരാരാന്ന് കണ്ടെത്തണമെന്നും എൻ്റെ 1 കോടി രൂപ പോയാലും ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ പോലീസിന് പിടിച്ചു കൊടുക്കണമെന്നും നന്ദുവിനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. നന്ദു ഇപ്പം ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ നന്ദു വന്നപ്പോഴത്തേക്കും അനാമിക അയ്യോ ഇനി ഇവളുടെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദു വന്നിട്ട് എന്തായി മുത്തശ്ശാന്ന് ചോദിക്കുമ്പം അത് പിന്നെ മോളെ ഞാൻ അവരുടെ ആ ഒരു പെട്ടിക്കകത്ത് ഒരു ചെറിയൊരു ചിപ്പ് ഒരു ചെറിയൊരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിൽ അവർ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള എല്ലാ സിഗ്നലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ആ പെട്ടിയുള്ളത് എവിടെയാണെന്ന് നമുക്ക് ഉടനെ കണ്ടുപിടിക്കണം. ഇതാണ് ആ ഒരു എന്തോ ഒരു സംഭവം, ഒരു ചെറിയൊരു സാധനം, ഈ ക്യാമറയൊക്കെ പോലെ. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവാണ് പിന്നെ അതിൻ്റെ അന്വേഷണം നടത്തുകയും പോവുകയും അങ്ങനെ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആദർശും നന്ദുവും കുറേ പോലീസുകാരൊക്കെ കൂടെ ചെല്ലുന്നു. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലാണ് ഇവരുള്ളത്. അവിടെ ഇടിച്ച് പരുവാക്കി ആ 1 കോടി രൂപയും എടുത്ത് ഇവരെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ നന്ദു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ച് പദം വരുത്തുകയാണ്. ആരാണ് നിങ്ങളുടെ പിന്നിൽ, സത്യം പറഞ്ഞു ആര് പറഞ്ഞിട്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്ന്. അപ്പം വീഡിയോ സഹിതം പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നന്ദു ഇതൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അവന്മാർ തുപ്പി ചോര വരെ ഛർദ്ദിച്ചു കേട്ടോ. തുപ്പിത്തൂറി ചോര ഛർദ്ദിക്കാമെന്ന് കേട്ടിട്ടില്ല. അതുപോലത്തെ ഇടിയൊക്കെ നമ്മുടെ നന്ദു കൊടുത്തു. ഏതായാലും ഇടിച്ച് പരുവാക്കി പഞ്ചറാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിൽ അഭിയാണ് എന്നുള്ളൊരു സത്യം നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളാണ്. ഞാൻ ഏതായാലും ഇന്ന് ഈ ഒരു ഭാഗം കൊണ്ടങ്ങ് നിർത്തുകയാണ്. ഒത്തിരി കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. പിന്നെ ഇത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഭാഗമില്ലേ, ഇത് തന്നെ ഉണ്ടല്ലോ ഒരു 5-6 എപ്പിസോഡൊക്കെ ആയിട്ട് വരാൻ പോകുന്ന ഭാഗമാണ്. ഞാനത് ചുരുക്കി നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ 5 6 ചിലപ്പോൾ 7 എപ്പിസോഡൊക്കെ ആയിട്ട് വരാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ഓടാനുള്ള സംഭവമാണ്. ഞാനിപ്പം ഇത്ര മിനിറ്റ് കൊണ്ട് നിങ്ങളോട് പറഞ്ഞത് ചുരുക്കി അങ്ങ് പറഞ്ഞതാണേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മളിതിനകത്ത് ഈ ഒരു സമയത്തിടുന്നത് ഈ ഒരു കഥയാണ്, നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷം. ഇപ്പം നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷം നമ്മളിടുന്നത് നമ്മുടെ മെയിൻ ചാനലാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ മെയിൻ ചാനലിൽ നമ്മൾ ഫുൾ വിശേഷം ഇട്ട് കഴിഞ്ഞു. ഇന്നത്തെ അതാരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. ഇന്നത്തെ വിശേഷമാണ്, അടിപൊളി വിശേഷമാണ്. സത്യങ്ങളൊക്കെ നമ്മുടെ നയന ഗോവിന്ദനോടും അതുപോലെ തന്നെ നമ്മുടെ കനകദുർഗയോടൊക്കെ തുറന്ന് പറയുന്ന കുറച്ച് സീനുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്തിടുന്ന അലീനയുടെ കഥയാണ്. ഇന്നത്തെ കഥ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടുന്നത് ഗോവിന്ദൻ്റെ അല്ല, നമ്മുടെ ബാലൻ്റെയും അതുപോലെ തന്നെ ഗോമതിയുടെയും കഥയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ എടുക്കുകയും റിപ്ലൈ തരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കുമേ. അപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതിയ ഓപ്ഷനായ ഹൈപ്പും. അപ്പം ഓക്കെ, ബൈ.